ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും മഴുതൂരും മുമ്പിൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അവരെ സാധനം ചെയ്തു. അങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കലും ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന ശരണ്യെ കാണാൻ പോകണം. ആ പോകുന്ന വഴിയിൽ 2-3 ആൾക്കാർ കണ്ട് അലീനയോട് പറയണം, അലീന നീ അങ്ങോട്ട് പോകരുത്, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തടയും, ചിലപ്പോൾ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. എന്തിനാട്ടാ, ഇത് കഴിഞ്ഞ ദിവസം വരെ ഞാൻ പോയതല്ലേ, ഇപ്പം എന്നെ ഇങ്ങനെ ഒരു ഇത് പറച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല തടയെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയായിട്ട് ഞാൻ എന്തായാലും നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോവാണ്. എന്നിട്ട് മനുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. മനുവേട്ടാ ഇന്ന പോലെ ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ തടയാൻ വേണ്ടി ആൾക്കാർ നിൽപ്പുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല മനുവേട്ടാ ഞാൻ പോയേ പറ്റൂ, കാരണം ഞാൻ ശരിയാകത്തില്ലല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര നാളെ കണ്ട് ഇപ്പോൾ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് നീ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി മനുവേട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ വെയിറ്റ് ചെയ്യാനോ അല്ല, കോൾ വെയിറ്റിംഗ് ഉണ്ടാകും, നീ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, ഞാൻ സ്പോട്ടിൽ എത്തിയേക്കാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ആൾക്കാർ വന്നിട്ട് തന്നെ അലീന വരുന്നുണ്ടെന്ന് ഓമനക്കുട്ടനോടും ഗോപനോടൊക്കെ പറയുകയാണ്. ശരി അവളെ നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അതിലൊരാൾ പറഞ്ഞിട്ട് എന്താണ് ഞാൻ മെമ്പറിനെ കൂടെ കൂട്ടിയിട്ട് വരാം, മെമ്പറുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പോകുന്നുണ്ട്. അപ്പം നേരെ വാതിൽ അതത് വീണ്ടും ഫ്രണ്ടി അലീന വരും. അലീന വന്നിട്ട് എന്നാണ്ട് വിശേഷം, എല്ലാവരും എന്താ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആരും വെയിറ്റ് ചെയ്യുന്നില്ല, നിങ്ങളത് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാം, അവളെ കാണാൻ പറ്റത്തില്ല. അന്ന് അവൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കും. അല്ല അതുകൊണ്ടല്ല, നിങ്ങളിവിടെ അവളെ കാണാൻ പറ്റും, അവളിവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവിടെ കാണാൻ വരണ്ട എന്ന് പറയുമ്പോൾ എന്താ ഗോപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, കാരണം ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നത് കാരണം ഞാൻ നിർബന്ധത്തിലാണ് സംസാരിക്കുന്നത്, ഞാൻ അവളെ നേരത്തേതിനെക്കാട്ടും അതായത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ചിരിപ്പിച്ചു, അവളെ ആശ്വസിപ്പിച്ചു, അവളെ തന്നെ പുറത്തിറക്കി, പിന്നെ ഫുഡ് കൊടുത്തു, അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി. ഇതൊക്കെ നമ്മൾ അവൾ താഴ്ന്നു കിടക്കുന്നൊരു പെണ്ണ്, അതായത് വല്ലാത്തൊരു കിടക്കുന്നൊരവസ്ഥയിൽ കിടക്കുന്നൊരു പെണ്ണിനെ ഉയർത്തിക്കൊണ്ട് വന്നല്ലേ ചെയ്തു, അതല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്ത് ഇതൊക്കെ ചെയ്യുന്നത്, നീ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ആരാ അവളുടെ, നീ ഞങ്ങളുടെ ആരാ, നീ ഇതിനെന്ത് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഗോപ ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ ഗോപ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മെമ്പർ വരികയാണ്. മെമ്പറും കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നീ ആരാന്ന് ചോദിക്കും. അപ്പം ഞാൻ അലീന, നീ ഇവിടെ വരാൻ പാടില്ല, നീ നിനക്ക് അറിയത്തില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനത്തിനിരയാക്കപ്പെട്ട പെണ്ണിൻ്റെ എതിർഭാവം നിൽക്കുന്ന വീട്ടിലെ വേലക്കാരില്ല നീ, അവർക്ക് വേണ്ടി നീ വന്നതല്ല, നീ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും കാണുന്നതെല്ലാം മോശമാണ്, നിനക്കറിയത്തില്ലേ, നിനക്ക് അത്ര ബോധമില്ലേ എന്നൊക്കെ ചോദിക്കണ്ടേ. ഞാൻ അവളൊന്നും ചെയ്തില്ല, ഞാൻ അവളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നേക്കുന്നത്. നിനക്ക് അതിൻ്റെ ആൾ പറയുക, നിനക്കതിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പം അവൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാനും ഇടപെടാനും ഞങ്ങളിവിടെ ഉണ്ട്, അവൾക്ക് വേണ്ടി അവൾക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്ന, അവൾക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുന്നുണ്ട്, എല്ലാം ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത്, കാരണം നിങ്ങൾ അവൾ ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, അവൾ നല്ല രീതിയിലായി തീരുന്ന ഇഷ്ടമല്ലേ, അവൾ പറയുമ്പോഴത്തേക്ക് ഇല്ല, നീ അവൻ്റെ ഏജൻറ്റായിട്ട് വന്നേക്കുന്ന, നീ അവരുടെ വീട്ടിലെ ഏജൻറ്റായിട്ട് വന്ന ആ പ്രതികളെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കാശ് കൊടുത്ത് ഇപ്പം നീ ഇങ്ങനെ സംസാരിക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ നിൻ്റെ ഭാവം മാറും, നിൻ്റെ ഭാവത്തിലും നടപടിക്രമത്തിലെല്ലാം വ്യത്യാസമുണ്ടാകും, നീ അവരെ രക്ഷപ്പെടുത്താനുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് വീണ് കിട്ടി എന്നുള്ള തോന്നലുണ്ടാകും. അതായത് രോഹിത് തെറ്റുകാരനല്ല എന്നുള്ള വീണ് കിട്ടിയ തോന്നലുണ്ട്. എന്നാലും ഞങ്ങൾ അവനെയും കൂടെ പ്രതിപ്പെട്ടിയിൽ ചേർത്ത് ഞങ്ങൾ അവനും കൂടെ ശിക്ഷ മേടിച്ച് കൊടുക്കും എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുക ഇല്ല, ഞാൻ അത് ഉദ്ദേശത്തോടെ വന്നതല്ല, ഞാൻ അവളെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിൻ്റെ സഹായമൊന്നും വേണ്ട, നീ ഇറങ്ങേണ്ടതെന്ന് പറയുന്നത്. ഉടനെ നിങ്ങൾക്ക് തർക്കിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറൊന്നും സംസാരിക്കാൻ അറിയത്തില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ അനീന പറയുന്നുണ്ട്. ഉടനെ എടാ ഗോപ ഇവളെ പിടിച്ചോണ്ട് പുറത്തിറക്ക്, ഇവളെ പിടിച്ച് പുറത്തിറക്കില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ഇവളെ അലീനെ പിടിച്ചോണ്ട് ഗോപം വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ടിട്ട് അകത്ത് നമ്മുടെ ശരണ്യ ഇരിക്കുകയാണ്. ശരണ്യ പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് ഓടി വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക, എന്നിട്ട് വിട കേട്ടാന്ന് പറയും അത് കൈവിടുന്ന പറയും. എന്നിട്ട് അടുത്ത് വന്നിട്ട് കൈവിടാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഗോപം കൈവിടും. ഉടനെ ചേച്ചി നിൽക്കണ്ട ചേച്ചി, പൊക്കോ, ഇവിടെ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് പൊക്കോ ചേച്ചി, ദയവ് ചെയ്ത് പൊക്കോ എന്ന് പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ഓടി വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നോട് ആരടി പുറത്തിറങ്ങാൻ പറഞ്ഞത്, അകത്ത് കയറി ഇരിക്കടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി അവളെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അലീന പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അലീനോട് പറയുക, അലീന തിരിഞ്ഞു നിന്നിട്ട് പറയുക, നിങ്ങൾക്കെല്ലാം ഒരു ധാരണ ഉണ്ട്, അവൾ ഉയർച്ചയിലെത്തരുത്, അവൾ താന്ന് കിടക്കണം, അവളെപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കണം എന്നുള്ള തോന്നുന്നുണ്ട്. അവളെ ഉയർത്തിക്കൊണ്ട് വരാൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളത് സമ്മതിക്കുന്നില്ല, ബക്കറ്റ് വീഡിയോ നടത്തി അതിൻ്റെ അകത്ത് കാശ് വസൂലാക്കാനും അതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളത് നടക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ, ഒരു പെണ്ണ് ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവൾ പോവുകയാണ്.
അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവ അലീനെ പോയതിൻ്റെ പുറകെ അതിലൊരു കൂട്ടർ വന്നിട്ട് മെമ്പറിനോട് ചോദിക്കുന്നുണ്ട്, മെമ്പറെ അവൾ ഇത്രയും അഹങ്കാരത്തിൽ സംസാരിച്ചിട്ട് പോയില്ലേ, നമുക്ക് രണ്ടും കൊടുത്താലോ എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട വിട്ടുകളടാ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിയാകത്തില്ല മെമ്പർ കൊടുക്കാൻ പറയും. അതൊന്നും കാര്യമില്ല, കാരണം ഒരു പെണ്ണല്ലേ, അവൾ ഓൾറെഡി നീയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇനി എന്തോ ഒന്നും ചെയ്യേണ്ടെന്നുള്ള പറഞ്ഞ് നിർത്തുവാണ്. അത് കഴിഞ്ഞാൽ വൈജേനെ കാണിക്കുന്നത്. വൈജ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തെ ഒരാൾ വരും എന്ന് പറഞ്ഞിട്ട് ബേബിയോ ഇന്നലെ വരാമെന്ന് പറഞ്ഞല്ലേ, ഇന്നലെ ഞാനൊരു അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് വരെ പോയേക്കുമായിരുന്നു, എന്താ വീടിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മാഡം കാരണം ആ വീട് ശരിയല്ല, ആ വീടെന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഫർണിച്ചർ ഇല്ല, ആ വീട് ഏറ്റവും കൂടുതൽ നോക്കുമ്പോഴത്തേക്ക് ചെയറ്, അതുപോലെ ഒരു ഡെസ്ക്, അതുപോലെ കട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ ഇതുപോലുള്ള സാധനങ്ങൾ, ഗ്യാസ് കുറ്റി, ഇതൊക്കെയുള്ള സാധനങ്ങൾക്ക് ഞാൻ കൊണ്ടുവരണമെന്ന് ചോദിക്കും. അല്ല ഇതെല്ലാം ആദ്യം ഫർണിച്ചർ ഉണ്ടെന്നല്ല നീ പറഞ്ഞു ചോദിച്ചാൽ, ആദ്യം ഫർണിച്ചർ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം ഇല്ല, അപ്പം ഞാൻ വേറൊരു വീട് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ വീട് നോക്കാനോ എത്ര നാളായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം ഞാനിന്ന് ഇവിടുന്ന് ഇറങ്ങണ്ടേ, കാരണം എൻ്റെ കാല് മുറിക്കാനുള്ള സമയം. കാല് മുറിക്കാനോ എടോ, കാലിൽ പ്ലാസ്റ്റർ എടുക്കാൻ ടൈം ആയിട്ടുണ്ട്, പ്ലാസ്റ്റർ ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് എവിടെയെങ്കിലും പോയി താമസിക്കണം, എന്നാൽ നീ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു ഡിലേ വരുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ താമസിക്കും, എനിക്ക് ആ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. മാഡം ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് സെറ്റാക്കി, എന്തെങ്കിലും പെട്ടെന്ന് സെറ്റാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി മാഡം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇവള് സ്വയം പറയുവാണ് എന്തോ സെറ്റാക്കാൻ, ഇതും പഴയതുപോലെ തന്നെ കുറേ പഴയ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് കാണിക്കുന്നല്ലാതെ അവനൊന്നും സെറ്റാക്കാൻ പോകുന്നില്ല, ചുമ്മാ പറച്ചിന് ഞാനിവിടെ കിടന്ന് വല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ വൈജ സ്വയം പറയാണ്. അത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലീന വീട്ടിൽ കയറി വരികയാണ്. എലിന് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് അലിനോ കൃഷ്ണമോൾ അവിടെ ഇരിക്കുന്നത്, എന്താ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, എല്ലാം മുഖത്തൊക്കെ വല്ലാണ്ടൊരു മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അലിന ഇന്ന് ശരണ്യെ കാണാൻ പറ്റിയില്ലെന്ന് പറയുവാണ്. ശരണ്യെ കാണാൻ പറ്റിയില്ലേ, അതെന്താ പറ്റി, അവരെല്ലാം തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ എന്തെങ്കിലും ചെയ്യുക, അച്ഛനകത്തോണ്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ട് പോയി കാണാൻ പറയുമ്പോൾ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്ക് ബാലചന്ദ്രനെ കാണുമ്പോഴത്തേക്ക് അച്ഛ എന്താ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ നീ പോയ കാര്യം എന്താ, അച്ഛാ പോകണ്ടായിരുന്നു ഇപ്പോഴാണ് തോന്നുന്നത്, കാരണം എന്നെ അവരെല്ലാവരും തടഞ്ഞച്ചാ, കാരണം ഞാൻ അവളോട് സംസാരിക്കാൻ പോയതാണ്, പക്ഷെ അവരെല്ലാം പാർട്ടിക്കാരും സംഘടനക്കാരെല്ലാം ചേർന്ന് എന്നെ തടഞ്ഞ്, ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്, നീ അവിടുത്തെ ഏജൻ്റായിട്ട് വന്നേക്കുന്നേ എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞ് തടഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞ അപ്പം എൻ്റെ മകൻ കുറ്റക്കാരനല്ലാത്ത എൻ്റെ മകനെ കുറ്റക്കാരനാക്കാനുള്ള ഒരു പരിപാടിയല്ല അവിടെ നടക്കുന്നത്. അതായത് ഈ രാജ്യത്ത് കോടതി നീതിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം, അവരെന്നെ നിരപരാധിയായിട്ടുള്ള എൻ്റെ മകനെ അങ്ങനെ ഇട്ട് കൊല ചെയ്യാൻ വേണ്ടി എല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അവർക്കെല്ലാവർക്കും അറിയാം, ആ സംഘടനക്കാരും ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെങ്ങനെ അവരറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതന്നേ ഞാൻ അവളോട് ശരണ്യ എൻ്റെ അടുത്ത് ഈ സത്യം പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഇളയ ചെറുക്കൻ ഗോപൻ ഉണ്ടായിരുന്നു, അവൻ ചിലപ്പോൾ വീട്ടുകാരോടെല്ലാം പറഞ്ഞതായിരിക്കും, അങ്ങനെ അറിഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ ഇതിപ്പം വല്ലാണ്ടായിപ്പോയല്ലോ, ഇനിയിപ്പം എന്ത് ചെയ്യണം, എൻ്റെ മകന് നീതി കിട്ടത്തില്ലേ, എൻ്റെ മകൻ ഇങ്ങനെ എപ്പോഴും അങ്ങനെ കിടക്കാനാണോ, എൻ്റെ മകനെ എല്ലാവരും കൂടി വധിക്കാനുള്ള പരിപാടിയാണോ, നടക്കത്തില്ല, ഞാനിത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റിട്ട് കാണുന്നത്. ഇന്നത്തെ വിശേഷം അവസാനമാണ് കാണുന്നത്. അതിനാൽ വ്യൂവേഴ്സ് ഇനിയുള്ള ദിവസങ്ങളിൽ നാളത്തെ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് കോടതിയിൽ പോയി ഇവരെല്ലാം ചർച്ച നടത്തുന്നുണ്ട്, അതായത് സംഘടനയിലെ ആൾക്കാരല്ല, അതായത് മിക്കവാറും ബാലചന്ദ്രൻ SP കാണുന്നുണ്ട്, SP ആൾക്കാർ സംഘടനയിലെ ആൾക്കാരെയും അവർ അച്ഛനെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട്. അതായത് ചെയ്യാത്ത തെറ്റിന് ഒരാളെ നിങ്ങൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇതിനകത്ത് അവനെ ഒഴിവാക്കണം എന്നുള്ള ഇതിലൊക്കെ പറയുന്നൊരു സീനാണ് നമ്മളിനി പ്രൊമോ വീഡിയോ കാണാൻ പോകുന്നത്. അതിനാൽ വ്യൂവേഴ്സ് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വിശേഷം രാവിലെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരെയും ഫുൾ സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.